ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, നല്ല ശബ്ദമാധുരിയുള്ള ഒരാളോട് ഖുർആൻ ഓതാൻ നമുക്ക് ആവശ്യപ്പെടൽ അത് സുന്നത്തിൽപ്പെട്ടതാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇബ്നു മസ്ഊദെ, എനിക്കൊന്ന് ഖുർആൻ ഓതി കേൾപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവിടുന്ന് പറഞ്ഞത് അത് മറ്റൊരാളിൽ നിന്ന്, ഞാനല്ലാത്ത ഒരാളിൽ നിന്ന് ഓതി കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുവെന്നാണ്. അതുപോലെ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഖുർആൻ ഇറക്കപ്പെട്ട അതേ രൂപത്തിൽ ഓതി കേൾക്കുന്നത് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവര് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ഇബ്നു ഉമ്മ അബ്ദ് ഓതുന്ന രൂപത്തിൽ അവർ ഓതിക്കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതോടൊപ്പം അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 ആളുകൾ നിങ്ങൾ ഖുർആൻ കേൾക്കുക, കേട്ടു പഠിക്കുക. ആരൊക്കെയാണത്? അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, സാലിം മൗല അബി ഹുദൈഫ, ഉബയ്യ് ഇബ്നു കഅബ്, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. യുവതിൽ നിന്ന് ഖുർആൻ ഓതി കേൾക്കാനും കേട്ടു പഠിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. അപ്പോൾ നല്ല ശബ്ദമാധുരിയുള്ള, നന്നായി ഓതാനറിയുന്ന ആളുകളോട് ഖുർആൻ ഓതാൻ പറയുകയും കേൾക്കുകയും ചെയ്യുന്നത് അനുവദിക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.